ഹായ് എവരിവൺ, ഐ ആം വിനയൻ കുരുക്കൾ. ജ്യോതിഷപ്രകാരം പ്രശസ്തി ആർക്ക്, അതാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. സോഷ്യൽ മീഡിയയിൽ ഒരു സമൂഹത്തിൽ തന്നെ, അതായത് ഒരു നഗരത്തില്, ഗ്രാമത്തില്, ദേശത്ത്, രാഷ്ട്രത്തില് ഇത്തരത്തിലൊക്കെ പ്രശസ്തി ആർജിക്കുന്നത് ആര്, അതെങ്ങനെ ജാതകത്തിൽ നോക്കിയാൽ മനസ്സിലാകും. ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. ഒരു ജാതകത്തില് ഏറ്റവും പ്രധാനപ്പെട്ട 3 സ്ഥാനങ്ങളാണ് ലഗ്നം, 5-ാം ഭാവം, 9-ാം ഭാവം. ഇത് ത്രികോണ ഭാവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മൾ ആദ്യം അതിനെ മനസ്സിലാക്കേണ്ട വേറൊരു തരത്തിലും കൂടിയാണ്. ലഗ്നം എന്നാൽ ശരീരം. ലഗ്നത്തിൽ തന്നെയാണ് പ്രശസ്തി വരുന്നത്, വിജയം വരുന്നത്. ഈ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ഇംഗ്ലീഷിൽ ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയ യശോ സുഖം എന്ന് പറയുന്ന പ്രമാണം വെച്ചിട്ട് പ്രശസ്തി എന്ന് പറയുന്നത് ലഗ്നവുമായി കണക്റ്റഡാണ്. പ്രജ്ഞാമേധ പ്രതിഭ വിവേകശക്തി പുരാതനം പുണ്യം. അപ്പോ നമ്മളുടെ പ്രതിഭ, നമ്മളുടെ കഴിവ്, സ്കിൽസ്, പൂർവ്വ പുണ്യം, ഇതൊക്കെ 5-ാം ഭാവമാണ്. സോഷ്യൽ ലൈഫും 5-ാം ഭാവമാണ്. സാമൂഹിക പ്രവർത്തനങ്ങൾ 5-ാം ഭാവമാണ്. പൊളിറ്റിക്സ് 5-ാം ഭാവമാണ്. 9-ാം ഭാവം ഭാഗ്യസ്ഥാനമാണ്. ധർമ്മസ്ഥാനമാണ്. ധാർമ്മികമായ പ്രവർത്തനങ്ങള്, ദൈവികമായ കാര്യങ്ങള്, ഉപാസനാദി കാര്യങ്ങള്, നമ്മുടെ മറ്റുള്ളവരോടുള്ള കരുണ, ദയ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നമുക്ക് മറ്റുള്ളവരോടുള്ള, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മളോടുള്ള, ഇതൊക്കെ കാണിക്കുന്ന ഭാവമാണ് 9-ാം ഭാവം. അങ്ങനെ വരുമ്പോൾ ത്രികോണ ഭാവങ്ങള് ലഗ്നം, 5, 9 ഇത് ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മുടെ ജാതകപ്പടി, കാലപുരുഷ തത്വപ്പടി, മേഷരാശി എന്ന കാലപുരുഷന്റെ 5-ാം ഭാവം എന്ന് പറയുന്ന ചൊവ്വ, 5-ാം ഭാവം എന്ന് പറയുന്ന ചൊവ്വയല്ല, 5-ാം ഭാവം സൂര്യൻ. 9-ാം ഭാവം എന്ന ധനുരാശി ഗുരു. ഇവര് 3 പേരും ഇന്റർ കണക്റ്റഡ് ആണ്, അടുത്തിടപഴകുന്ന ബന്ധുക്കളുമാണ്. അപ്പോ സൂര്യൻ ഉച്ചമാവുന്നത് ചൊവ്വയുടെ ക്ഷേത്രത്തിലാണ്, നിങ്ങൾക്കറിയാം അല്ലെ? അപ്പോ 5-ാം ഭാവാധിപൻ ലഗ്നത്തിൽ വന്നപ്പോ, ഇത് ലഗ്നമാണെങ്കിൽ 5-ാം ഭാവാധിപൻ ലഗ്നത്തിൽ വന്നപ്പോ 5-ാം ഭാവം ഉച്ചമായി എന്നുള്ളതാണ്. ഈ 9-ാം ഭാവാധിപൻ ബന്ധുസ്ഥാനത്താണ് നിൽക്കുന്നത്. ഇത് ബന്ധുസ്ഥാനമാണത്. ഇത് രണ്ടും സുരൈ സൗമ്യ സിതാവരി രവിസുതോ മധ്യേ പരേത്യന്വത എന്ന് പറയുന്ന പ്രമാണം വെച്ചിട്ട് ബന്ധുസ്ഥാനമാണ് വ്യാഴത്തിന്. ചുരുക്കി പറഞ്ഞ കാലപുരുഷ തത്വം വെച്ച് നോക്കുമ്പോൾ തന്നെ ഇവര് പരസ്പരം, ഈ 3 ഭാവങ്ങളും ഭാവ അധിപന്മാരും പരസ്പരം ബന്ധുക്കളും ഇന്റർ കണക്റ്റഡാണ്. ഞാൻ പറഞ്ഞു വന്ന പ്രശസ്തി ആർക്കെന്നല്ലേ? ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം, ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹത്തിനോട് ഒപ്പം 5-ാം ഭാവാധിപനോ 9-ാം ഭാവാധിപനോ ജോയിൻ ചെയ്ത് നിൽക്കുന്ന സമയത്തോ, 5-ാം ഭാവത്തില് ലഗ്നാധിപൻ നിൽക്കുകയാണെങ്കിൽ ആ സമയത്തോ ദശ കാൽക്കുലേറ്റ് ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് അതിനെ മനസ്സിലാക്കണം ഏത് സമയത്താണെന്ന്. അപ്പോ 5-ാം ഭാവത്തിൽ ലഗ്നാധിപൻ നിൽക്കുന്ന സമയത്തോ, റൂൾ ചെയ്യണ സമയമാണ് ഉദ്ദേശിച്ചത്,
ലഗ്നാധിപൻ 9 നിൽക്കുന്ന സമയത്തോ, 5-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്ന സമയത്തോ, 5-ാം ഭാവാധിപൻ 9 നിൽക്കുന്ന സമയത്തോ, 9-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്ന സമയത്തോ, 9-ാം ഭാവാധിപൻ 5-ൽ നിൽക്കുന്ന സമയത്തോ പ്രശസ്തി വരും. ഉറപ്പായ കാര്യമാണ്. ഇവിടെ വേറൊരു വിഷയമുണ്ട്. ഇപ്പൊ കാലപുരുഷൻ ഇത് ബന്ധുത്വമൊക്കെ ആണെങ്കിലും എല്ലാ ജാതകർക്കും 5-ാം ഭാവാധിപൻ ബന്ധു ആയിക്കോളണമെന്നില്ല. 9-ാം ഭാവാധിപൻ ബന്ധു ആയിക്കോളണം എന്ന് ഇല്ല. അപ്പോ ഈ 5-ാം ഭാവാധിപൻ 9-ാം ഭാവാധിപൻ ശത്രുക്ഷേത്രം, നീചം, വക്രം എന്ന അവസ്ഥയിലാണ് ലഗ്നവുമായിട്ട് കണക്റ്റഡ് എങ്കിലും ലഗ്നാധിപൻ ഈ പറയുന്ന 3 അവസ്ഥ, ശത്രുക്ഷേത്രം, നീചം, വക്രം എന്ന് പറയുന്ന അവസ്ഥ മൗഢ്യവും കണക്കിലെടുക്കണം. അതെല്ലായ്പ്പോഴും എടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയാത്തത്. ലഗ്നാധിപൻ 5-ല് ഈ തരത്തിലുള്ള ബലഹീനമായ അവസ്ഥയിലോ, ലഗ്നാധിപൻ 9-ല് ബലഹീനമായ അവസ്ഥയിലോ, അതുപോലെ ബാക്കിയുള്ള ഗ്രഹങ്ങള് ഞാൻ ഇന്റർ കണക്ഷൻ പറഞ്ഞ മാതിരി അത്തരത്തിൽ ബലഹീനമായിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ഫേമസ് ആയതിനു ശേഷം ചീത്തപ്പേര് കേൾക്കുകയോ, നൊട്ടോറിയസ് ആവുകയോ, അപകീർത്തിപ്പെടുകയോ ഒക്കെ ചെയ്യാനുമുള്ള സാധ്യതയും ഉണ്ടാകും. അപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം, അങ്ങനെ ഒരു പൊസിഷൻ ആണെങ്കിൽ. എന്നാൽ ഈ ലഗ്നാധിപൻ 5-ലോ 9-ലോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പൂർവ്വപുണ്യത്തെയും ഭാഗ്യത്തെയും കൊണ്ട് തരുന്നതോടൊപ്പം തന്നെ പ്രശസ്തി ഉണ്ടാക്കി തരികയും ചെയ്യും എന്നും കൂടി ഓർക്കേണ്ടതാണ്. അപ്പോ ആർക്കാണ് പ്രശസ്തി എന്നുള്ളത് ജാതകത്തിൽ നോക്കാം. നിങ്ങൾക്ക് പ്രശസ്തി ഉണ്ടാവുമോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്ത്യേശ്വരായ നമഃ.